അമ്പങ്കുന്നൊലിയെ അഹദിന്റെ നിധിയെ അള്ളാന്റെ ഹളറത്തിൽ നൂറായോരേ. അമ്പങ്കുന്നൊലിയെ അഹദിന്റെ നിധിയെ അള്ളാന്റെ ഹളറത്തിൽ നൂറായോരേ. സുൽത്താനുൽ ദാഖിരീൻ അജ്മീർ ഫക്കീർ വീരാനൗലി ഉപ്പാപ്പ അവர்களுടെ 57ാമത് ആണ്ട് നേർച്ചയോടനുബന്ധിച്ചുകൊണ്ട് നിലമ്പൂർ ചന്തക്കുന്ന് സുന്നി മസ്ജിദിന് സമീപം സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടിയുടെ 2ാം സുദിനമായ ഇന്ന് വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന ഇസ്ലാമിക ചരിത്ര കഥാപ്രസംഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിലമ്പൂർ മർക്കസ് പ്രിൻസിപ്പാൾ ഉസ്താദ് സഹദ് ഫൈസി അവർ നിർവഹിക്കുന്നു. തുടർന്ന് നടത്തപ്പെടുന്ന ഇസ്ലാമിക കഥാപ്രസംഗ വേദികളിലെ വേറിട്ട ശബ്ദം ഉസ്താദ് KVS അമാനി കാഞ്ഞിരപ്പുഴ അവതരിപ്പിക്കുന്ന ചരിത്രകഥ വള്ളിക്കുടിലെ രാജകുമാരി. സൃഷ്ടാവിന്റെ ആജ്ഞകളെ ധിക്കരിച്ച് സുഖലോലുപതയിൽ മുഴുകി ജീവിച്ചിരുന്ന ഒരു ഭരണാധികാരിയുടെ പള്ളിയറയ്ക്കുള്ളിൽ സപ്രമുഞ്ചക്കട്ടിലിൽ ഒരു നിമിഷം മയങ്ങിയതിന്റെ പേരിൽ ക്രൂര പീഡനത്തിന് ഇരയാകേണ്ടി വന്ന തൂപ്പുകാരി. പ്രപഞ്ചനാഥന്റെ ശിക്ഷയെക്കുറിച്ച് രാജാവിനെ ഉണർത്തുമ്പോൾ തന്റെ ജോലിക്കാരിയിൽ നിന്നും ലഭിച്ച തിരിച്ചറിവിൽ നിന്ന് രാജ്യവും രാജാധികാരങ്ങളും ഉപേക്ഷിച്ച് കൊട്ടാരം വിട്ടിറങ്ങി ഫക്കീറായി തീർന്ന ഒരു സൂഫിയുടെ കഥ ഇമ്പമാർന്ന മാപ്പിളപ്പാട്ടിന്റെ ഈരടികളിലൂടെ അവതരിപ്പിക്കുകയാണ് ഇന്ന് രാത്രി 7 മണിക്ക് നിലമ്പൂർ ചന്തക്കുന്ന് സുന്നി ജുമാ മസ്ജിദിന് സമീപം പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന വേദിയിൽ വെച്ചുകൊണ്ട്. മഹാനായ വീരാനൗലി ഉപ്പാപ്പ അവர்களுടെ ആണ്ട് നേർച്ചയുടെ സമാപന ദിവസമായ നാളെക്കാലത്ത് 9 മണിക്ക് നടക്കുന്ന ദിക്റുദ് ആ മജ്‌ലിസിന് ബഹുമാന്യനായ അമ്പങ്കുന്ന് മക്കാം ഖാദിം ഫഖറുദ്ദീൻ ഉസ്താദ് അവർ നേതൃത്വം നൽകുന്നു. ദിക്റുദ് ആ മജ്‌ലിസിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ചന്തക്കുന്ന് വലിയ ജുമാ മസ്ജിദ് കാസി NK ബഷീർ ഫൈസി അമ്പലക്കടവ് നിർവഹിക്കുന്നു. ദിക്റുദ് ആ മജ്‌ലിസിന് തന്റെ ചെറുപ്പത്തിൽ തന്നെ മഹാനായ വീരാനൗലി ഉപ്പാപ്പ അവர்களுടെ ഖാദിമായി മഹാനവർകൾ തന്റെ ജീവിതകാലത്ത് ചൊല്ലിവന്നിരുന്ന ദിക്റും മുനാജാത്തും തന്റെ നാവിൻ തുമ്പിലൂടെ ഉരുവിട്ട് മഹാനവർകളെ മുൻനിർത്തി ദുആ ചെയ്യുന്നതിന്റെ ഫലമായി ഒട്ടനവധി അത്ഭുതങ്ങൾ സംഭവിച്ച സദസ്സുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന മക്കാം ഖാദിം ഫഖറുദ്ദീൻ ഉസ്താദ് അവർ നേതൃത്വം നൽകുമ്പോൾ വേദിയിൽ പ്രഗത്ഭരും പ്രശസ്തരുമായ മതപണ്ഡിതന്മാർ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നു. ഈ പ്രദേശത്തെ ഗേവരഹിജകൾ ജാതിമത ഭേദമന്യേ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാത്രി നടക്കുന്ന കഥാപ്രസംഗ വേദിയിലേക്കും തുടർന്ന് നാളെ കാലത്ത് 9 മണിക്ക് നടക്കുന്ന ദിക്റുദ് ആ മജ്‌ലിസിലേക്കും നിലമ്പൂർ ചന്തക്കുന്ന് ജുമാ മസ്ജിദിന് സമീപം പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന വേദിയിലേക്ക്